വാക്ക് സംസ്കരിക്കുന്നതിനായിട്ട് ശ്രീ സുഗു പാൽമകൻ അവരെ സാധാരണ ക്ഷണിക്കുന്നു. ബഹുമാനിക്ക് പ്രിയപ്പെട്ട സംഗീത പ്രേമികളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ആകാംക്ഷ ഭരിതരായിട്ടാണ് എൻ്റെ മുൻപിൽ ഓരോരുത്തരും ഇരിക്കുന്നത്. നിങ്ങളുടെ പാട്ടിൻ്റെ ഊഴം കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എങ്കിലും എന്നെക്കുറിച്ചൊരു സെൽഫ് ഇൻട്രഡക്ഷൻ ചെറുതായിട്ട് കൊടുക്കണമെന്ന് നമ്മൾ സെക്രട്ടറി പറഞ്ഞനുസരിച്ച്, ഞാൻ മലയാള ചലച്ചിത്ര രംഗത്ത് 50 വർഷം പ്രവർത്തിച്ച ഒരാളാണ്. 50 വർഷത്തിനിടയിൽ ഈ സർവീസിനിടയിലാണ് സർക്കാർ ജോലി, സെൻട്രൽ ഗവൺമെൻറ് AGS ഓഫീസിലെ ജോലിക്കിടയിൽ നിങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഉള്ള സമയത്തിനിടയിൽ ഓടിപ്പിടിച്ച് പാട്ട് പഠിച്ച് ശ്രുതിലയ എന്ന് പറയുന്ന ഈ സംഘടനയുടെ കൂട്ടായ്മയിൽ വന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ പ്രവർത്തനം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബമുണ്ട്, മക്കളുണ്ട്, അവരെല്ലാം നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ ആഗ്രഹം, ആംബിഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഞാനും സർവീസിനിടയിൽ തന്നെ ഇതെല്ലാം ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് 10-12 വർഷമായി സ്വസ്ഥമായ എഴുത്ത് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അധികമായി പ്രസംഗത്തിനൊന്നും ഞാൻ പോകാറുള്ള കാര്യം, ഇപ്പോൾ പ്രസംഗിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം അറിയാം. യൂട്യൂബ് വന്നതോടുകൂടി എല്ലാവർക്കും എല്ലാം. എൻ്റെ ഒരു സഹപ്രവർത്തകൻ ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട്, ജയകുമാർ, നിങ്ങളുടെ ശ്രുതിലയുടെ ആണ്. എന്തായാലും ആദ്യം എനിക്ക് ഈ സംഘടനയിലെ നിങ്ങളെല്ലാവരും അഭിനന്ദിക്കാനാണ് തോന്നുന്നത്. കാര്യം 13 വർഷം നിങ്ങളൊരു കൂട്ടായ്മ പ്രവർത്തിച്ചെന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അതും തലസ്ഥാന നഗരിയിൽ പരസ്പരം ഈഗോയും ഞാനെന്ന ഭാവവും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അത് മാറ്റാൻ പറ്റില്ല. ഈ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ അത് മാറ്റാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ഒത്തൊരുമയോടുകൂടി 13 വർഷം നീണ്ട 13 വർഷം പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാര്യം ഞാനും സംഘടനയിൽ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്കൊരു ഭജൻ സംഘമുണ്ട്, 9 പേരടങ്ങുന്ന. അവരെ ഞാൻ നിയന്ത്രിച്ച് കൊണ്ടുപോകപ്പെടുന്ന പാട് എനിക്കറിയാം. അപ്പോൾ ആ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ അനിയനാണ് അശോകൻ, നിങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള പുള്ളി. എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, സെലിബ്രിറ്റികളെ വിളിച്ചു, അവർ വന്നിട്ടില്ല, ഒന്ന് വരണമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിടത്തും പോകാറില്ല. പക്ഷേ എൻ്റെ അനിയൻ ഭാഗപ്പക്കായി നിൽക്കുന്ന ഒരു സംഘടനയിൽ ഒരു ആപത്ത് വരുമ്പോൾ, ഇതൊരു ആപത്ത് ഘട്ടമാണ്. കാര്യം ഞാനും ഒരുപാട് മാനസികമായി വിഷമിച്ചിട്ടുള്ള ആളാണ്. കൊട്ടാരത്തിൽ തമ്പുരാട്ടിമാരെ നമ്മൾ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ അവർ ഇറങ്ങി ഒരു ഇൻഫർമേഷൻ തരില്ല. അവർ സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമേ നമുക്കൊരു ആശ്വാസം കിട്ടൂ. അപ്പം അങ്ങനെയൊക്കെ ടെൻഷൻ അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഘാടകർക്ക് ഒരു ടെൻഷൻ വേണ്ട എന്നുള്ള രീതി വെച്ചുകൊണ്ട് വീണ്ടും ഞാൻ രംഗത്തേക്ക് ഈ ശ്രുതി ലയയിലൂടെ വീണ്ടും പ്രസംഗ രംഗത്തേക്ക് വരികയാണ്. എൻ്റെ തുടക്കം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ നിങ്ങളെ മുമ്പിൽ നിങ്ങളിപ്പോൾ 5, 8, 10 പാട്ടുകളൊക്കെ പഠിച്ച് ഇങ്ങനെ വളരെ കാര്യമായി പാട്ട് പാടാനിരിക്കുകയാണ്. ഈ പാട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങളൊരു പാട്ട് വായിക്കുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ പാട്ടിൻ്റെ വികാരം എന്താണെന്ന്. ഓരോ പാട്ടിനും ഓരോ വികാരമാണ്. ആ വികാരം നിങ്ങളുടെ ശ്രുതി ലയം, ശ്രുതിയും ലയവും കൂടെ ചേർത്ത് പാടണം. അതാണ് ശ്രുതിലയ. പാട്ടിലൊരു ശ്രുതിയുണ്ട്, ഒരു ലയമുണ്ട്, ഒരു താളമുണ്ട്. ഈ ശ്രുതിയും ലയവും താളവും എല്ലാം കൂടെ സംയോജിപ്പിക്കുമ്പോഴാണ് ഒരു പാട്ടായി രൂപീകരിക്കുന്നത്. വയലാർ രാമവർമ്മ പാട്ടെഴുതി കടലാസിൽ കൊടുക്കുമ്പോൾ അത് നിർജീവമായ അക്ഷരങ്ങൾ മാത്രമാണ്. അത് വെറും ഒരു അക്ഷരമാണ്. ആ അക്ഷരങ്ങളെ ദേവരാജൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ
അതിന് ജീവൻ കൊടുക്കുകയാണ്. അതിന് സംഗീതത്തിൻ്റെ, അതായത് ചിലപ്പോൾ മായാമാളോളമായിരിക്കും, അല്ലെങ്കിൽ കല്യാണി രാഗമായിരിക്കും, അല്ലെങ്കിൽ മോഹനമായിരിക്കും. അത് മാഷ് നോക്കുന്ന സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ ഏത് രാഗമാണ് ഇതിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മാഷ് നോക്കിയിട്ട് ആ രാഗം ബ്ലെൻഡ് ചെയ്യുകയാണ്. ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ആ പാട്ടുണ്ടാക്കുന്നു. അപ്പോൾ ആ പാട്ട് ചലനം വെച്ച് തുടങ്ങി. നേരത്തെ നിശ്ചലാവസ്ഥയിലായിരുന്നു. 8-12 വരികൾ നിശ്ചലാവസ്ഥയിൽ. അത് കഴിഞ്ഞ് ദേവരായ മാഷോ അല്ലെങ്കിൽ അർജുന മാഷോ ആരെങ്കിലും സംഗീതം കൊടുക്കുമ്പോൾ ഒന്ന് അനങ്ങി തുടങ്ങി. അതിനെ പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റുകൾ അതാത് സ്ഥാനത്ത് എങ്ങനെ ചേർക്കണം, ഫ്ലൂട്ട് എവിടെ ചേർക്കണം, വയലിൻ എവിടെ ചേർക്കണം, കീബോർഡ് എവിടെ കൊടുക്കണം, അവിടെ എന്ത് സ്വരമാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച് അതിനാണ് പറയുന്നത് ആടയാഭരണങ്ങൾ. ഒരു സ്ത്രീ സാരി കൊടുത്ത് അല്ലെങ്കിൽ ചുരിദാറിട്ട് വന്നാൽ സുന്ദരി ആവില്ല. ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് വരുമ്പോഴേ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റം നമ്മളിൽ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞതുപോലെ സംഗീതത്തിൻ്റെ ആടയാഭരണങ്ങൾ ചാർത്തി. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, കണ്ഠശുദ്ധിയുള്ള ഗായകരെ കൊണ്ട് പാടിക്കും. കണ്ഠശുദ്ധി ഇല്ലാത്തൊരു നല്ല പാട്ട്, നല്ല രാഗം, മോഹനത്തിൽ വന്നൊരു പാട്ട്, അല്ലെങ്കിൽ ആഭേരിയിൽ വന്നൊരു പാട്ട്, ഈ പാട്ട് കണ്ഠശുദ്ധി ഇല്ലാത്തൊരു ഗായകൻ പാടിയത് എങ്ങനെ ഇരിക്കും? നിങ്ങൾ പോലും കരോക്കി പണം എടുക്കില്ല. അപ്പൊ കണ്ഠശുദ്ധിയുള്ള ഗായകരെ കൊണ്ടാണ് പാട്ട് പാടിക്കുന്നത്. അങ്ങനെ പാടിക്കുമ്പോഴേ ആ പാട്ടിന് ഒരു അനശ്വരത കൈവരും. തെറ്റിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, സംഗീതം അത് ഉത്സവകാലത്തുള്ള പാട്ടാണ്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. വിരകം കാമുകന്റെ ദുഃഖമാണ് അല്ലേ? അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല എന്ന് പറയുന്ന പാട്ട് അത് വേറെ രീതിയാണ്. അപ്പൊ ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പാട്ടുകളുടെ വികാരം എന്നുള്ളത്. ഓരോ പാട്ടുകളും ഓരോ വികാരവാഹികൾ. അപ്പോൾ ആ പാട്ടുകൾ നിങ്ങൾ പാടുമ്പോൾ ആ വികാരം ഗായകന്റെ മനസ്സിൽ ഉണ്ടാകണം. യേശുദാസ് പാടിക്കുന്ന സന്യാസി എന്നുള്ള പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആ വൈബ്രേഷൻ, അവിടെയാണ് ആ വിരഹത്തിന്റെ ദുഃഖം. അന്ന് നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. വിരഹം, ഇങ്ങനെ ഓരോ വികാരങ്ങളാണ് പാട്ടിൽ അടങ്ങിയിരിക്കുന്നത്. ഈ വികാരങ്ങളാണ് നമ്മുടെ കാതുകളിൽ കേട്ട് ആസ്വാദനത്തിന്റെ ഗംഗ് ഒഴുക്കുകയാണ്. അങ്ങനെയാണ് ഈ പാട്ടുകൾ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ആ പാട്ടൊക്കെ എടുത്ത് നമ്മൾ പഠിച്ച് കരോക്കിക്ക് അവിടെ വരുമ്പോൾ മ്യൂസിക്കിൻ്റെ സ്ഥാനത്തൊക്കെ നിങ്ങൾ ചെറിയ ഇതെല്ലാം കൊടുത്തു പാട്ടിലേക്ക് വരുന്നത് ഒക്കെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് പാട്ട് കൈ കിട്ടുമ്പോൾ, അതുപോലെ ചിലർക്കൊരു ഇതുണ്ട്. ഇപ്പം പല ഗായകന്മാരുമുണ്ട്. ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാട്ടിൽ എന്ത് വികാരമാണെന്നുള്ള ചോദിക്കുക. ചുമ്മാ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു പാടിയിട്ട് പോകും. അങ്ങനെയല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, നിങ്ങളൊരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിന് വികാരം മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ നിന്ന് ആ വികാരം ആ പാട്ടിലേക്ക് കൊടുക്കണം. അതിന് ഇന്ന് പ്രസിദ്ധനായ ഒരാൾ യേശുദാസ് അതേ എല്ലാ വികാരങ്ങളും കൊണ്ടുകൊണ്ടാണ് പാടുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രുതിലയയുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെന്നും, നിങ്ങളെല്ലാവരും നാളെ നല്ല പാട്ടുകാരായി വളരട്ടെ എന്നും. ഞാനൊക്കെ സിനിമയിലില്ല, സിനിമയുള്ള കാലമാണെങ്കിൽ അത് നല്ല പാടുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ അവസരങ്ങൾ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ സിനിമയിൽ തന്നെ വിട്ട് നമ്മൾ നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ ശ്രുതിലയ എന്ന് പറയുന്ന സംഘടന അനുദിനം വളർന്ന് അതിനോടൊപ്പം നിങ്ങളും സംഗീതത്തിൽ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ ശ്രുതിലയയുടെ 13ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.